ഹായ് വ്യൂവേഴ്സ്, എൻ്റെ പേര് ജിബിൻ തോമസ്. ഞാൻ ദരിയ മറൈൻ എഞ്ചിനീയറിംഗ് സർവീസസിൻ്റെ പാർട്ട്ണറാണ്. ഞങ്ങൾക്ക് പുതിയതായി ലഭിച്ച ഒരു എക്സ്പോർട്ട് ഓർഡർ ക്വാളിഫയിങ് ഷിപ്പിൻ്റെ ബിൽഡിംഗ് വീഡിയോ ആണ് നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഫെസിലിറ്റി ഒന്ന് പരിചയപ്പെടാം. എടക്കൊച്ചിയിലാണ് നമ്മുടെ ഫെസിലിറ്റി. 40 സെൻറ്റ് സ്ഥലമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 40 സെൻറ്റ്സിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ നമുക്കൊരു മെയിനായിട്ട് റിപ്പയറിങ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും സപ്പോർട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഫെസിലിറ്റിയിൽ 46 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും വരെയുള്ള വെസലുകൾ നമുക്കിവിടെ എടുക്കാൻ പറ്റും. 500 ടണ്ണാണ് മാക്സിമം കപ്പാസിറ്റി നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇൻലാൻഡ് ഓടുന്ന ബാർജുകളും ബോട്ടുകളും എല്ലാം തന്നെ നമുക്കിവിടെ എടുക്കാനുള്ള ഫെസിലിറ്റി തന്നെ. ഇതാണ് ഈ ഫെസിലിറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ വിഞ്ച്. ഈ വിഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെസലുകൾ വലിച്ച് കയറ്റുന്നത്. നമ്മുടെ 500 ടൺ വരെയുള്ള വെസലുകൾ കയറ്റാനായിട്ട് ഉപയോഗിക്കുന്ന വിഞ്ചാണിത്. ഇതിന് ഒരു എഞ്ചിൻ ഉണ്ട്, മറൈൻ എഞ്ചിൻ തന്നെയാണ്. ആ എഞ്ചിൻ ഗിയർ ബോക്സ് ആയിട്ട് കപ്പിൾ ചെയ്ത് 5:1 റേഷ്യോയിലുള്ള റിഡക്ഷനും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വിഞ്ച് റൺ ചെയ്യിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം അതിന്റെ സ്പീഡ് കൂട്ടുകയും ചെയ്യാനുള്ള നമ്മൾ ഫെസിലിറ്റി എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വാളിഫയിങ് ഷിപ്പിന്റെ കൺസ്ട്രക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. പുതിയതായിട്ട് നമുക്ക് കിട്ടിയ എക്സ്പോർട്ട് ഓർഡർ ചെയ്യാനായിട്ട് ഒരു ക്വാളിഫയിങ് ഷിപ്പിന്റെ എക്സ്പോർട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്തൊരു ഫെസിലിറ്റിയാണ്. ഒരു കവേർഡ് ഫെസിലിറ്റിയിൽ ചെയ്യുക എന്ന് പറയുന്ന അതിന്റെ ക്വാളിറ്റീനെ എത്രത്തോളം അത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് ആണ് അതിന്റെ പറയുന്നത്. ആ കവേർഡ് ഷെഡിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു നമുക്ക്. അതനുസരിച്ച് ഒരു കവേർഡ് ഷെഡ് നമ്മൾ വിത്തിൻ ഫ്യൂ വീക്സിൽ തന്നെ നമ്മൾ ചെയ്ത് കവേർഡ് ഫെസിലിറ്റി നമ്മൾ റെഡിയാക്കി. നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ യാർഡ് നമ്പർ. ഈ പ്രോജക്റ്റിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന യാർഡ് നമ്പർ 23 ആണ്. നമ്മുടെ 23ാമത്തെ വെസലാണ്. അതിന് ക്വാളിഫയിങ് ഷിപ്പ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബോട്ട് എന്നാണ് നമ്മളത് പറയുന്നത്. ആദ്യമേ നമുക്ക് വെൽഡിംഗ് മെഷീന്റെ കേസ് ആണ്. അത് ഇതിൽ നമ്മൾ മുഴുവനും ഉപയോഗിക്കുന്നത് മിഗ് മെഷീൻ ആണ്. മിഗ് 0.8 റോഡ് ഉപയോഗിച്ചിട്ടുള്ള മിഗ് മെഷീൻ ആണ് നമ്മൾ വെൽഡിങ്ങിന് വേണ്ടിയിട്ട്. മിഗ് വയറാണ് യൂസ് ചെയ്യുന്നത്. അതെ. ഓക്കെ, ഇതാണ് മിഗ് വയർ. ഓക്കെ, ഇതാണ് മിഗിന്റെ ടോർച്ച്. അതെ. ഓക്കെ. ഇത് കൺവെൻഷനലായിട്ട് നമ്മളിപ്പോ ആർക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കിലും അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ക്വാളിറ്റി ഓഫ് വെൽഡിങ് നമുക്ക് വളരെയധികം ചെറിയ വെൽഡിങ്ങുകളാണ് വരുന്നത്. അപ്പോൾ പ്ലേറ്റിന്റെ തിക്നെസ് അനുസരിച്ച് ഇതാണ് എഫക്റ്റീവായിട്ട് നമുക്ക്. അതിനുശേഷം ഇതെല്ലാം നമ്മളുടെ ആ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്ലേറ്റ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സിംഗിൾ പ്ലേറ്റ് ആണ് ബോട്ടത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റാച്ചറ്റ് പുള്ളർ, ടേൺ ബക്കിള്, ലോക്കിംഗ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പുതിയതായിട്ട് കിട്ടിയ എക്സ്പോർട്ട് ഓർഡർ ആണ്. UK-ലേക്കാണ് എക്സ്പോർട്ട്. ഈ വെസലിന് നമ്മൾ പറയുന്നത് ക്വാളിഫയിങ് ഷിപ്പ് എന്നാണ്. ക്വാളിഫയിങ് ഷിപ്പ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബോട്ട്. ക്വാളിഫയിങ് ഷിപ്പ് എന്നുള്ളതാണ് അവരുടെ രാജ്യത്തെ അവർ യൂസ് ചെയ്യുന്ന ടേംസ്. ക്വാളിഫയിങ് ഷിപ്പ്. ഓക്കെ, ഇത് ഒരു എക്സ്പോർട്ട് ഓർഡർ ആണ്. നമുക്ക് ഇതിന്റെ ഡിസൈൻ ഉൾപ്പെടെ നമുക്ക് തന്നേക്കാണ്. ആസ് പെർ ഡിസൈൻ ഇത് ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മളായിട്ടുള്ള കോൺട്രാക്ട്. ഇതില് നമുക്ക് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷനും എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അത് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് അല്ല, ട്രഡീഷണൽ മെത്തേഡ് അല്ല. ഇതൊരു ഡിഫറെന്റ് മെത്തേഡാണ്. ആ മെത്തേഡും എങ്ങനെ നമ്മൾ ഇതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്, ഇത് രണ്ടുമാണ് ഇനിയുള്ള തുടർന്ന് നമ്മുടെ ഈ വീഡിയോകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിന്റെ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ? ക്വാളിഫയിങ് ഷിപ്പ് എന്ന് പറഞ്ഞത് ഒരു UK ബേസ്ഡ് ആയിട്ടുള്ള നിക് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞൊരു ഡിസൈനറാണ് നമുക്ക് ഇതിന്റെ ഡിസൈൻ തന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് കിറ്റ് സ്റ്റീലിലുള്ള കിറ്റിന്റെ അസംബ്ലിയോടുകൂടിയാണ് ഇത് ഒരു ബോട്ടായി മാറുന്നത്. അങ്ങനെ അത് കിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അത് സ്റ്റീൽ കിറ്റുകളായതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ക്വാളിറ്റി അഷുറൻസിൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള എററുകൾ പോലും നമ്മളെ വലിയൊരു ഇതിലേക്ക് മാറാൻ ചാൻസ് ഉള്ളത് കൊണ്ട്
നമ്മൾ അതെല്ലാം അഷ്വർ ചെയ്ത് വേണം മുന്നോട്ട് പോകാനുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റീൽ കിറ്റിന്റെ വർക്ക് നമ്മൾ ഇവിടെ ആദ്യമായിട്ടുള്ളതാണെന്നാണ് ഒരു അനുമാനിക്കുന്നത്. ഇത് കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന് ഈസി ആണോ ചെയ്യാനായിട്ട്? എന്താണ് ഇതിന്റെ ഒരു ഡിഫറൻസ്? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ അതെയോ? എക്സ്പെർട്ടൈസേഷൻ വളരെയധികം വേണ്ട ഒരു മേഖലയായിട്ട് മാറിയിരുന്നു. അത്രയ്ക്ക് സാധാരണഗതിയിൽ നമ്മളൊരു ഒരു പരന്ന പ്രതലത്തിൽ പ്ലോട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഡിസൈൻ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം നമ്മളിത് ഓൾറെഡി CNC കട്ട് ചെയ്തിട്ടുള്ള പ്ലേറ്റുകൾ നമ്മൾ അസംബിൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടാണ് ഈ വെസലിൽ നിർമ്മിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു പ്രിസിഷൻ സൈസിൽ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു ചലഞ്ചും കൂടിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഈ മെറ്റീരിയല് സ്റ്റീലാണ്, വൈറ്റ് സ്റ്റീലിലാണ് ഇത് ചെയ്യുന്നത്. ഇത് CNC ലേസർ കട്ട് ചെയ്ത പാർട്സുകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇത് അസംബിൾ ചെയ്യുന്നത്. ഇത് അതിനുശേഷം അസംബിൾ ചെയ്തതിനു ശേഷം നമ്മൾ വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ സ്റ്റീൽ കിറ്റുകൾ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഏകദേശം മനസ്സിലായി. നമ്മൾ പ്ലേറ്റുകൾ കൊണ്ടുപോയിട്ട് CNC കട്ട് ചെയ്ത് ആസ് പെർ ഡിസൈൻ നെസ്റ്റ് ചെയ്ത് വരുന്നതിനാണ് സ്റ്റീൽ കിറ്റുകൾ. ഒരു നെസ്റ്റിംഗ് പ്ലാൻ ഓൾറെഡി ഡിസൈനർ തന്നിട്ടുണ്ട്. ആ നെസ്റ്റിംഗ് പ്ലാൻ ആണ് നമ്മൾ CNC കട്ടിങ്ങിന് വേണ്ടിയിട്ട് CNC കട്ടിങ്ങിനാണ്. ഇതിൽ ടോപ്പ് ടു ബോട്ടം കംപ്ലീറ്റ് CNC കട്ട് ചെയ്താണ് വരുന്നത്. അതിനാണ് സ്റ്റീൽ കിറ്റ് എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ. ഇതിന്റെ ഡിസൈൻ ആരാണ് ചെയ്യുന്നത്? നിക് ബ്രാൻസൺ എന്ന് പറഞ്ഞിട്ട് ഒരു UK ബേസ്ഡ് ഡിസൈനറാണ്. അദ്ദേഹമാണ് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത്. ഡിസൈനറാണ്, വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. പുള്ളി ഒരു ബോർഡ് ഡിസൈനറാണ്. ഓക്കെ ഓക്കെ. സ്റ്റീൽ കിറ്റുകളിൽ എന്തെല്ലാം ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത് അതൊന്ന് പറയാമോ? നമുക്ക് സ്റ്റീൽ കിറ്റ് എന്ന് പറയുമ്പോൾ ഇത് പല തിക്നെസ്സുകളിലുള്ള പ്ലേറ്റുകൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ. അതിന്റെ ബേസ് പ്ലേറ്റ് 10mm പ്ലേറ്റും പിന്നെ അതിന് മേലേക്ക് വരുന്നത് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ബേസ് പ്ലേറ്റ്. ഇത് ഇതിന്റെ ബാക്ക് തൊട്ട് ഫോർവേഡ് എൻഡ് വരെയുള്ള ഒരു സിംഗിൾ പീസ് ആയിട്ടാണ്. അതായത് നമ്മൾ 6 മീറ്റർ ലെങ്തിലുള്ള ഒരു പ്ലേറ്റിൽ നിന്ന് ഒരു മാക്സിമം ജോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് എടുക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഏകദേശം 2 പീസിലാണ് ഇത് ഫുള്ള് കവർ ആകുന്നത്. ഓക്കെ. അങ്ങനെ ഈ 6 മീറ്റർ അങ്ങനത്തെ 2 പീസിൽ ഇത് ഫുൾ കവർ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ അതിന്റെ സൈഡില് കീലിന്റെ സൈഡ് പ്ലേറ്റ് കീലൊരു ബോക്സി സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ കാണുന്നത്. അതെ, കീൽ ഒരു ബോക്സി സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ കീൽ ബോക്സിന്റെ അതിന്റെ സൈഡ് പ്ലേറ്റ് വരുന്നത് 8mm. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രെയിംസ് എല്ലാം തന്നെ 6mm വരുന്നുണ്ട്. ബോട്ടം പ്ലേറ്റ് വരുന്നത് 5mm. പിന്നെ അത് ഫ്രെയിംസ് എന്ന് പറയുന്നത് ഇതാണോ? അതെ അതെ. ആക്ച്വലി ഈ കാണുന്ന ഫ്രെയിം ഓരോ ഫ്രെയിമും 2 പീസ് ആയിട്ടാണ് വരുന്നത്. അതിന് 2 അതിൽ കൂടുതലും ഉണ്ട്. 2 അതിൽ കൂടുതലുണ്ട്. ഓക്കെ. അതിനെ പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ ഈ നോച്ചസ് കാണുന്നത് എന്താ? ഇവിടെ എല്ലാം ഇങ്ങനെ നോച്ചസ്. ഈ നോച്ചസുകളെല്ലാം തന്നെ നമ്മളുടെ ഓരോ പ്ലേറ്റുകളുടെയും സെറ്റിംഗ് പോയിന്റുകളാണ്. ഈ സെറ്റിംഗ് പോയിന്റ് അനുസരിച്ച് നമ്മൾ പ്ലേറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളുടെ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആകുള്ളൂ. ഓക്കെ. ടോപ്പിലും എല്ലായിടത്തും ഉണ്ട്. ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് പോയിന്റിൽ സെറ്റിംഗ് പോയിന്റുകൾ ഉണ്ട്. ഇൻസൈഡും ഉണ്ട്. ഇപ്പൊ ഈവൻ നമ്മുടെ ഈ ഫ്ലോറിന് വേണമെങ്കിലും അതിനു കൂടി നോച്ച് സെറ്റിംഗ് പോയിന്റുകളുണ്ട്. ഓക്കെ ഓക്കെ. നമ്മൾ സാധാരണഗതിയിൽ പറയും 1mm 2mm ഒന്നും നമുക്ക് സാധാരണഗതിയിലുള്ള ഒരു സെറ്റിങ്ങിന് വലിയൊരു ഭാഗമല്ല അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ 1mm 0.5mm വരെ നമുക്ക് സെറ്റിംഗിൽ ആക്യുറസി വേണം. ആ ഒരു രീതിയിൽ തന്നെ പോകണം. സാധാരണ 1mm 2mm ആരും സെറ്റ് ചെയ്യാറില്ല, അങ്ങനെ ഒരു ക്വാളിറ്റി ചെക്ക് ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഈ കേസിൽ നമുക്ക് 0.5 വരെ നമുക്ക് പാടില്ല. ടോളറൻസ് അലവൻസ് 0.5 ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഇതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്. ഈ ബിൽഡ് സ്റ്റാൻഡിനെ കുറിച്ച് ഒന്ന് പറയാമോ ഇതിനോ? ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ഐറ്റമാണ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ഈ ബിൽഡ് സ്റ്റാൻഡ്. ഈ ബിൽഡ് സ്റ്റാൻഡും നമ്മൾ CNC കട്ട് ചെയ്ത ഒരു പാർട്ട് തന്നെയാണ്. ആ ബിൽഡ് സ്റ്റാൻഡ് 3 ബിൽഡ് സ്റ്റാൻഡിലാണ് ഈ ബോട്ടിന്റെ ഫുള്ളി ലോഡ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് അതിന്റെ സ്പേസും മെഷർമെന്റുകളും എല്ലാം പോകുന്നത്. ഈ ബിൽഡ് സ്റ്റാൻഡിലാണ് നമ്മൾ ഈ വെസൽ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്.
അതെ, ഇതുപോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ഈ സ്റ്റാൻഡ് തന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു. ഓക്കെ. അതിന്റെ താഴെ കാണുന്നത് നമ്മുടെ അത് നമ്മുടെ നോർമൽ സ്കിഡ് ആണ്. നമ്മൾ അതൊരു വാട്ടർ ലെവൽ ചെയ്തിരിക്കുന്ന ഒരു നോർമൽ സ്കിഡ് ആണ്. അത് നമ്മൾ ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതുവരെയുള്ള നമ്മുടെ ബിൽഡ് പ്രോസസ്സ് ഒന്ന് പറയാം. ഇത് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് ഈ സ്റ്റേജ് വരെയുള്ള ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നേരത്തെ സംസാരിച്ചോട്ട് തന്നെ ബിൽഡ് സ്റ്റാൻഡ് ആണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ. ബിൽഡ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ നമ്മൾ കീൽ ബേസ് പ്ലേറ്റ് ആണ്. കീൽ ബേസ് പ്ലേറ്റ് കഴിഞ്ഞിട്ട് 6 മീറ്റർ ലെങ്തിലുള്ള പ്ലേറ്റ്. അതെ, 6 മീറ്ററിന്റെ 2 പീസ് ഏകദേശം 12 മീറ്റർ നീളത്തിലുള്ള ആ ഒരു പീസ്. അത് ഏറ്റവും ബോട്ടത്തിൽ വരുന്നത്. അതെ, ഏറ്റവും ബോട്ടത്തിൽ വരുന്നത്. ഈ കാണുന്നതാണോ അത്? ഈ സെന്ററിൽ ബോട്ടത്തിൽ കാണുന്ന പീസാണ് ഈ ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മള് ഏരാവെന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. ആ ഒരു പ്ലേറ്റ് ആണ്. അതിനുശേഷം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബോക്സി കീലാണ്. അപ്പൊ ആ ബോക്സിന്റെ 2 സൈഡ് പ്ലേറ്റ് ആണ് അടുത്ത സെറ്റിംഗ് വരുന്നത്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ മാർഗരേഖകളുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത്. ഇതിന് സെറ്റിംഗ് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളെല്ലാം കറക്റ്റ് ചെയ്ത് അലൈൻ ചെയ്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. 6.3 മീറ്റർ നീളമുള്ള പ്ലേറ്റിൽ നിന്ന് എടുത്ത 4 പീസ് കൊണ്ട് നമ്മളുടെ ടോട്ടൽ ബേസ് ഏരിയ, ബോട്ടത്തിന്റെ വെസലിന്റെ ബേസ് ഏരിയ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ. അപ്പോ ഇതാണ് ഒരു പ്ലേറ്റ്. അവിടെ നിന്ന് ആഫ്റ്റിലേക്ക് ഒരു പ്ലേറ്റ്, ഇവിടെ ഒരു പ്ലേറ്റ്. അതെ. അതുപോലെ തന്നെ സ്റ്റാബോർഡിലും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിന്റെ ആ ഒരു ജോയിന്റ് ഏരിയ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ പ്രിസിഷൻഡ് ആയിട്ടാണ് ആ ജോയിന്റ് വരുന്നത്. ഇതിൽ നമുക്ക് 19 ഫ്രെയിംസിൽ നമ്മളുടെ ബോട്ടിന്റെ കംപ്ലീറ്റ് പിന്നെ ഏകദേശം 610 mm സ്പേസിംഗ് ഉള്ള ഒരു ഡിസൈനാണ് നമ്മൾ. ഫോർവേഡ് ടു ആഫ്റ്റർ 19 ഫ്രെയിമാണ് വരുന്നത്. ഓക്കെ. ഇതിന് ബൾക്കഡ് ഇല്ലാത്ത ടൈപ്പ് വെസലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇതില് നമ്മുടെ KV അല്ലെങ്കിൽ കേരള ഇൻലാൻഡ് നാവിഗേഷന്റെ റൂൾസ് പ്രകാരം മിനിമം 3 ബൾക്കഡ് വേണമെന്നുള്ള ഒരു ഇതുണ്ട്. എങ്കിൽ ഇതില് ഡിസൈനിൽ ഈ ഒരു മാക്സിമം ഏരിയ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിൽ ഡിസൈൻ. ഇതിലൊരു കൊളീഷൻ ബൾക്കഡ് പോലെ ഒരു ചെറിയ ബൾക്കഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ചിലപ്പോ അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കാം. നമ്മളുടെ ആ ഒരു സ്ഥലം വ്യത്യാസമുള്ളതുകൊണ്ടായിരിക്കും. അതിനുശേഷം നമ്മളിപ്പോ പ്ലേറ്റ്, ബേസ് പ്ലേറ്റ്, ബോട്ടം പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം ഫ്രെയിം സെറ്റ് ചെയ്തു. ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ എന്താണ് ഇതിന്റെ ഇതിപ്പോ നമ്മൾ ഈ ഫ്രെയിംസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ അടുത്ത ഇതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡെക്കാണ് ഇതിന്റെ അലൈൻമെന്റിന്റെ അടുത്ത ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഡെക്കിനെ അതിനെ ഇൻസെർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പോർഷനാണ് ഡെക്ക് വരുന്നത്. അതെ. അപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഫ്ലിൻസി ആയിട്ടുള്ള ഒരു ഫ്രെയിം സ്ട്രക്ചർ ആണ് ഉള്ളതെങ്കിൽ കൂടി നമുക്ക് അതിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ ചില പ്ലേറ്റുകളിൽ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചില പ്ലേറ്റുകളിൽ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടില്ല. അത് എന്താണ് വ്യത്യാസം? ഇതിന്റെ ക്വാളിറ്റി അഷുറൻസിൽ പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ള രീതിയിൽ നമ്മുടെ പെയിന്റിങ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂള് നമുക്ക് ഡിസൈനർ തന്നിട്ടുണ്ട്. ആ ഡിസൈനർ തന്നിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് നമ്മുടെ ഈ കീൽ ബോക്സ് ഈ വരുന്നതാണ് കീൽ ബോക്സ്. ഇതിന്റെ ഉള്ളില് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് SA 2.5 എന്ന് പറയുന്ന ഒരു സാൻഡ് ബ്ലാസ്റ്റിംഗ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്, സ്റ്റാൻഡേർഡാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉൾഭാഗത്ത് അത് ചെയ്യാനായിട്ട് നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ ബുദ്ധിമുട്ടാകും എന്ന് കണ്ടിട്ട് നമ്മൾ ആ ഭാഗങ്ങൾ മുന്നേ തന്നെ SA 2.5 സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് ഒരു പ്രൈമിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് അസംബിൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കീൽ ബോക്സിന്റെ ഇൻസൈഡ് നമ്മൾ ഓൾറെഡി സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് പ്രൈമർ അപ്ലൈ ചെയ്ത് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ്. ഇതില് എഞ്ചിൻ റൂം എവിടെയാണ് വരുന്നത്, അക്കോമഡേഷൻ പാർട്ട് ഉണ്ടോ, വീൽ ഹൗസ് എവിടെയാണ് വരുന്നത്, അതെല്ലാം ഒന്ന് ജസ്റ്റ് പറയാം. അതായത് നമ്മുടെ ഇപ്പൊ നമ്മൾ കാണുന്ന ലാസ്റ്റ് ഫ്രെയിം തൊട്ട് ഫോർവേഡ് ഏരിയ വരെയുള്ളത് കംപ്ലീറ്റ് അക്കോമഡേഷന്റെ ഭാഗമാണ്. അക്കോമഡേഷൻ ഈ കാണുന്നത് 2 ഫ്യൂൽ ടാങ്കും അതിന്റെ സെന്ററിൽ വരുന്ന അത് എഞ്ചിൻ ഗഡറും എഞ്ചിൻ ബേയും ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇപ്പോ ഇത് മാക്സിമം സ്പേസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ എന്നുള്ള ഒരു ഇത് കൊണ്ട് തന്നെ ഇൻബിൽറ്റ് ടാങ്കുകൾ, ഫ്രഷ് വാട്ടർ ടാങ്ക് 1, 2, 3, 4 ടാങ്കുകളായിട്ടാണ് ഫ്രഷ് വാട്ടറിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതെല്ലാം ഫ്ലോറിന്റെ അടിയിൽ, ഇതെല്ലാം ഫ്ലോറിന്റെ അടിയിൽ പോകും.
ഓക്കെ. ഇതിന്റെ വീൽ ഹൗസ് എവിടെയാ വരുന്നത്? വീൽ ഹൗസ് ശരിക്കും ഈ അക്കോമഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫ്രെയിംസിന്റെ പുറകിലേക്കാണ് വീൽ ഹൗസ് വരുന്നത്. ഇതിൽ തന്നെ വീൽ ഹൗസ് സൈഡിൽ വീലും സെന്ററിൽ കൂടി ഒരു പാസേജും എന്നുള്ള രീതിയിലാണ് അതിന്റെ ഡിസൈൻ. അക്കോമഡേഷനിൽ ഇറങ്ങാനുള്ള ഒരു പാസേജ്. ഇതില് വുഡ് വർക്ക് വരുന്നുണ്ടോ? അക്കോമഡേഷൻ വുഡ് വർക്ക് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ CNC കട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇതിൽ വരുന്ന വുഡ് വർക്ക് ഉൾപ്പെടെ, അതായത് ഇതിൽ വരുന്ന പാനലിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും CNC കട്ട് ചെയ്ത് തന്നെയാണ് നമുക്ക് ഇതിന്റെ അകത്ത് ഇൻസെർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ആക്യുറസി ആവശ്യമായിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് ഈ വരുന്നത്. അപ്പോൾ ഓൾറെഡി ഡിസൈൻ ഉണ്ട്, നമ്മൾ നെസ്റ്റിംഗ് പ്ലാൻ ഉണ്ട്, നമ്മൾ പ്ലൈവുഡ് വാങ്ങിച്ച് പ്ലൈവുഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ, പ്ലൈവുഡ് അതിലും എസ്പെഷ്യലി ഗുർജൻ പ്ലൈവുഡ് തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗുർജൻ അല്ലെങ്കിൽ ബ്രിഡ്ജ് പ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വാളിറ്റി പ്ലൈവുഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇതില് PU ഫോം ഫില്ലിങ്ങിന്റെ പറയുന്നുണ്ടെന്ന്. അതെ, അക്കോമഡേഷൻ ഏരിയയുടെ സൈഡ് വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മള് 50 mm തിക്നെസ്സില് PU ഫോം, അത് പോളിയൂറിത്തീൻ ഫോം, അത് സ്ലാബായിട്ടാണ്, അല്ല അത് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ പാനലിങ് അതിന്റെ പുറമെ ചെയ്ത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പ്രേ ഫോം നമ്മുടെ നാട്ടിൽ അങ്ങനെ അവൈലബിൾ അല്ല, വളരെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാനലായിട്ടാണ്. പക്ഷെ ഇതില് അവരുടെ ആവശ്യം നമുക്ക് സ്പ്രേ തന്നെ വേണമെന്ന് പറഞ്ഞു. അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ട്? ഈ പാനലുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്ലിയറൻസ് അങ്ങനെയുള്ളതില്ല, ഇത് എല്ലാ ഏരിയയും കവറായിട്ട് തന്നെ വരും. ക്വാളിഫൈങ് ഷിപ്പിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്ലീസ് വെയിറ്റ് ഫോർ സെക്കൻഡ് പാർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.